നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇഡ്ഡലിപ്പൊടി തയ്യാറാക്കിയെടുത്താലോ. അതിന് വേണ്ടി ഞാനിവിടെ കുറച്ച് അരി, കുറച്ച് ലേശം പരിപ്പ്, ഒരു സ്പൂൺ കുഞ്ഞി സ്പൂണിൽ ഒരു സ്പൂൺ കുരുമുളക്, ഒരു സ്പൂൺ ജീരകം, കുറച്ച് കറിവേപ്പില, കുറച്ച് കയ്യിൽ എടുക്കാൻ പറ്റുന്ന അളവിലുള്ള ഉഴുന്ന്, പിന്നെ ഉണക്കമുളക്. ഇത് മൂന്നും ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നമ്മുടെ അരി വറുക്കാറില്ലേ, അതുപോലെ ആവുന്ന വരെ വേണം ഇത് ചൂടാക്കാൻ. ഇത് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിതേ നല്ല രീതിയിൽ ഞാനിവിടെ ചൂടാക്കി എടുക്കുന്നുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആട്ടോ ഇത്. ഇഡ്ഡലിക്കാണെങ്കിലും ദോശയ്ക്കാണെങ്കിലും ഇതില്ലാതെ പറ്റില്ല എന്നുള്ളവർ വരെ ഉണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലെന്തായാലും ഇതില്ലാതെ പറ്റില്ല കേട്ടോ. ഇത് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പൊടിച്ച് വെക്കാറുണ്ട്. അപ്പോൾ നന്നായി അവിടെ ചൂടായി വന്നതിന് ശേഷം നല്ലൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ച് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു ദോശ ചുട്ട് നോക്കിയാലോ. ദോശയൊക്കെ നല്ല ഏകദേശം മാവൊക്കെ അങ്ങനെ വറ്റി ഉണങ്ങിയതായ ശേഷം അതിൻ്റെ മേലോട്ട് ഇങ്ങനെ കുറച്ച് ഇഡ്ഡലിപ്പൊടി വിതറി കൊടുക്കുക കേട്ടോ. രാമശ്ശേരി ഇഡ്ഡലിപ്പൊടി എന്നാണ് ഇതിനെ പറയാറ്. അപ്പോൾ ഇഡ്ഡലിപ്പൊടി ഇതിനെ വിതറി കൊടുക്കുകയാണ്. ഇത് തമിഴ്നാട് സ്റ്റൈലിലുള്ളൊരു ദോശയാട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ എപ്പോൾ തമിഴ്നാട് പോയാലും ഒരു പൊടി ദോശ കഴിക്കാതെ വരാറില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കുകളും എന്നെ അറിയിക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഓക്കെ, ബൈ.